അധ്യാപക മേഖലയിലെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകളായ GSTU, KPSTU എന്നിവ ലയനത്തിലേക്ക്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന പേരിലായിരിക്കും പുതിയ സംഘടന പ്രവർത്തിക്കുക. മാർച്ച് 3-ന് കോഴിക്കോട് വെച്ച് നടക്കുന്ന ലയന പ്രഖ്യാപന സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. എയ്ഡഡ് മേഖലയിലെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനും അൺഎയ്ഡഡ് മേഖലയിലെ സംഘടനയായ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനുമാണ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമായത്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാവും പുതിയ സംഘടന. മാർച്ച് 3-ന് കോഴിക്കോട് നടക്കുന്ന ലയന പ്രഖ്യാപന സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് നടപ്പാക്കിയ അധ്യാപക പാക്കേജ് അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ശ്രമം നടക്കുന്നതായി നേതാക്കൾ ആരോപിച്ചു. കുട്ടികളുടെ തലയണൽ നിർത്തലാക്കി, അതോടൊപ്പം തന്നെ നിലവിലെ മുഴുവൻ അധ്യാപകർക്ക് നിയമനാംഗീകാരം കൊടുത്തു. നമ്മളൊക്കെ പ്രതീക്ഷകളപ്പുറം ടീച്ചർ പീപ്പിൾ റേഷ്യോ 1:35 ആയി കുറച്ചു. നിയമിച്ചപ്പെട്ട മുഴുവൻ അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകി. അങ്ങനെ വളരെ നല്ലൊരു ഉത്തരവാണ് GOP 29 കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. ആ ഉത്തരവിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ് ജനുവരി 15-ാം തീയതിക്കകം മുഴുവൻ നിയമനങ്ങളും അംഗീകരിക്കണമെന്ന് പറഞ്ഞ് DPI എൻഡോസ് ചെയ്തിട്ട് പോലും ഒറ്റ DO ഓഫീസോ AO ഓഫീസോ ഒരാളുടെ നിയമനം പോലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ബോധപൂർവമായി ഇവർ സംശയങ്ങൾ സൃഷ്ടിക്കുകയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.